കൂലി കണ്ടപ്പോൾ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ലോക്കി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തരുന്നത്. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇനീഷ്യൽ സെഗ്മെന്റ്സ് കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ ലോക്കി അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇത്രയും സ്ലോ ആയി തുടങ്ങുന്നത് കാരണം ഇന്റൻഷനലി സ്ലോ ആക്കുന്നതാണ് എന്നാണ് കരുതിയത്. പക്ഷെ പിന്നീടും കാര്യമായി ഒരു ഇമ്പാക്റ്റ് തോന്നാത്ത രീതിയിലാണ് ഈ സിനിമയുടെ ആദ്യ ഹാഫ് കഴിഞ്ഞത്. ഇപ്പം വരും എന്ന് കുറേ നേരമായിട്ട് കാത്തിരുന്നിട്ട് പ്രത്യേകിച്ചിട്ടൊന്നും വരുന്നില്ല എന്നത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്ന പ്രശ്നം. സിനിമയുടെ ആദ്യ ഹാഫിൽ അത്രമാത്രം ഇമ്പാക്റ്റ് തോന്നിയില്ലെങ്കിലും സത്യരാജൻ്റെ കാരണം വെച്ച് തുടങ്ങുന്ന കഥയിലൊരു പാർട്ട് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. സത്യരാജ് ചെയ്യുന്നൊരു എക്സ്പെരിമെൻ്റ് എങ്ങനെ നാഗാർജുനയുടെ കയ്യിലോട്ട് എത്തിപ്പെടുന്നു, ആ ഒരു ട്രോപ്പൊക്കെ രസമുണ്ടായിരുന്നെങ്കിലും അത് ബിൽഡ് ചെയ്ത് സിനിമയെ നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് വിചാരിക്കുമ്പോൾ അതൊന്നും സിനിമയിൽ സംഭവിക്കുന്നില്ല. തുടങ്ങി വെച്ച നല്ലൊരു പ്ലോട്ട് പോയിൻ്റ് അടുത്ത് പിന്നീട് അത് ബിൽഡ് ചെയ്യാനൊന്നും സിനിമയെ കൊണ്ട് സാധിക്കുന്നില്ല. മൾട്ടി സ്റ്റാർ സിനിമ ആകുമ്പോൾ പ്രോപ്പറായിട്ട് ക്യാരക്ടേഴ്സിനെ സ്റ്റേജ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ല. സൗബിൻ്റെ ദയാലും നാഗാർജുനയുടെ സൈമണും ഇൻട്രഡക്ഷൻ സെഗ്മെൻറ്റ് കാണുമ്പോൾ സിനിമയിൽ ഉടനീളം എന്തോ സംഭവമായിരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. നാഗാർജുനയൊക്കെ ഒന്നും അല്ലാത്ത രീതിയിൽ സിനിമയിൽ യൂസ് ചെയ്തപ്പോൾ വല്ലാതെ അണ്ടർവെൽമിംഗ് ആയിട്ട് അനുഭവപ്പെട്ടിരുന്നു. ഉപേന്ദ്രക്ക് മാത്രം ഒരു നല്ല സീൻ കിട്ടി, പക്ഷെ മൊത്തത്തിൽ ഒരു കാര്യവും ഉള്ള പോലെ തോന്നിയിട്ടില്ല. ആമിർ ഖാനും സെയിം അവസ്ഥയാണ്. ഇത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഈ സിനിമയിലുണ്ട് എന്നുള്ളത് സിനിമ കാണുമ്പോൾ വല്ലാണ്ട് ഫീൽ ചെയ്യില്ല. ക്യാരക്ടേഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതും അതിൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ്. സംഭവം ലിയോ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിലും അതിൻ്റെ ആദ്യ ഹാഫിൽ വരെ ഉണ്ട് നല്ല രീതിയിൽ സ്റ്റേജ് ചെയ്ത സീനുകൾ. ആ കോഫി ഫൈറ്റ് സീക്വൻസ്, മാർക്കറ്റ് ഫൈറ്റ്, ഇൻട്രോവൽ സീക്വൻസ്, ഇതെല്ലാം കൊള്ളാമായിരുന്നു. മാസ്റ്റർ, വിക്രം, കൈദി പോലെയുള്ള സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലും ഭേദം ലിയോയുമായിട്ട് താരതമ്യം ചെയ്യുന്നതാണ്. കാരണം അങ്ങനത്തെ ഒരു ബാഡ് ഫിലിമിലുള്ള നല്ല സെഗ്മെൻറ്റ്സ് പോലും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയിട്ടില്ല. അതെന്നല്ല, ഒരു നല്ല ഇമ്പാക്റ്റ് ഉള്ളൊരു സിംഗിൾ സീക്വൻസ് പോലും ഈ സിനിമയുടെ അകത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ട്രെയിലറൊക്കെ വന്നപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയെങ്കിലും അപ്പോൾ മോസ്റ്റ്ലി കേട്ടൊരു കാര്യമുണ്ട്, ഹൈപ്പ് കുറക്കാൻ വേണ്ടി ലോക്കി ഇൻറ്റൻഷനലി അങ്ങനത്തെ ഒരു ട്രെയിലർ ഇറക്കി വിട്ടതാണ്. പക്ഷേ ഞാൻ ഈ സിനിമ ഇത്രയും ശോകമാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ലോകേഷിൻ്റെ വീക്കസ്റ്റ് ഫിലിമാണ് കൂലി. ഒരു ഹൈ തന്ന സിംഗിൾ സെഗ്മെൻറ്റ് പോലും എടുത്തു പറയാനില്ലാത്ത അത്രയും മോശമായ അവസ്ഥയിലാണ് ഈ സിനിമ ഉള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.